അതിൽ ആദ്യത്തെ ചോദ്യമാണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ്ലി ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലാങ്ക് അല്ലെങ്കിൽ എന്ത് ചെയ്തൂടെ ഡാഷ് ഫില്ലപ്പ് ചെയ്യാനുള്ളൊരു ചോദ്യമാണ്. ഷീ ഹൈഡ് ദ പ്രസൻസ്, ഹി ഹൈഡ് ദ പ്രസൻസ് ഡാഷ് ദ ബ്ലാങ്കറ്റ്, ഡാഷ് എ ബ്ലാങ്കറ്റ്. കുട്ടികളെ നോക്കിയേ, പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബൈ ഓപ്ഷനിലുണ്ട്, അതുപോലെ ബെനീത്ത് ഓപ്ഷനിലുണ്ട്, ബിലോ ഓപ്ഷനിലുണ്ട്, അണ്ടർ ഓപ്ഷനിലുണ്ട്. ഇപ്പൊ പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നോക്കിയേ, പ്രസന്റ് ബ്ലാങ്കറ്റിന് ഉള്ളില് ഹൈഡ് ചെയ്തു, ഒന്നിനുള്ളിൽ വെച്ചു, ഒന്നിനടിയില് വച്ചു, ഒന്നിനടിയില് ഹൈഡ് ചെയ്തു. അപ്പൊ ഒന്നിനടിയിൽ എന്നർത്ഥം വരുന്നത് ഏത് ചേർത്ത് പറയണം? അണ്ടർ ചേർത്തിട്ട് പറയണം. അടിയിൽ എന്നർത്ഥം വരുന്നിടത്തെല്ലാം അണ്ടർ ചേർത്ത് പറയുക. എന്നാൽ ബിലോ എന്ന് പറഞ്ഞാലോ, ബിലോ എന്ന് പറഞ്ഞാൽ കീഴേ എന്നാണ് അർത്ഥം കേട്ടോ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നിന് താഴെ, കീഴേ എന്നാണ് അർത്ഥം കേട്ടോ. ഒന്നിന് അടിയിൽ, ഒരു വസ്തുവിന്റെ അടിയിൽ ഇരിക്കുന്നു പറയാൻ അണ്ടറും, ഒരു വസ്തുവിന് കീഴോട്ട്, താഴോട്ട് എന്ന അർത്ഥത്തില് ബിലോ ഉപയോഗിക്കണം. എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നോക്ക്, അണ്ടർ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ അടിയിൽ എന്നാണ്. എന്നാ അണ്ടർ ദ ബിലോ ദ ഹിൽ എന്ന് പറഞ്ഞാലാ കുന്നിന് താഴെ എന്നാണ്. മൈ ഹൗസ് ഈസ് ബിലോ ദ ഹില്ല്, എന്റെ വീട് കുന്നിന് താഴെയാണ്. താഴെ, അങ്ങ് താഴോട്ട് എന്ന അർത്ഥത്തിൽ പറയുന്നു. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. അണ്ടർ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ അടിയിൽ ഇരിക്കുന്നതാണ്. അണ്ടർ ദ ഹില്ല് പറയോ എന്നാൽ കുന്ന് തോരുന്ന അകത്ത് വെച്ചിരിക്കണം എന്നാണ് അർത്ഥമാകുന്നത്. വീട് കുന്നിന്റെ അടിയിലായി പോകും. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ അടിയിലിരിക്കുന്നു, ബിലോ താഴെ അല്ലെങ്കിൽ കീഴേ. എന്നാൽ എബോ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? എബോ മറ്റൊരു പ്രൊപ്പോസലാണ് എബോ കേട്ടോ, പഠിക്കണം. എബോ, എബോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മേലെ അല്ലെങ്കിൽ മുകളിലോട്ട് എന്ന അർത്ഥത്തിൽ വരുന്നു കേട്ടോ. എബോ മീൻസ് മേലെ അല്ലെങ്കിൽ മുകളിലോട്ട് എന്നർത്ഥം വരുന്നു അല്ലേ. ദ സ്കൈ ഈസ് എബോ അസ്, നമുക്ക് മുകളിൽ ആകാശമാണ്, മുകളിൽ അല്ലെങ്കിൽ മേലോട്ട് എന്നർത്ഥത്തില് പറയുന്നു. ഓക്കെ, മറക്കരുത്. അപ്പൊ അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ, മലയാളം മാത്രം പഠിച്ചത്. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ എന്നർത്ഥം വരുന്നു. ഇനി ബിലോ എന്ന് പറഞ്ഞാൽ താഴെ, മലയാളം താഴെ അല്ലെങ്കിൽ കീഴേ എന്നർത്ഥം വരുന്നു. എബോ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് അല്ലെങ്കിൽ മുകളിൽ എന്നർത്ഥം വരുന്നു. ഓക്കെ, അതേപോലെ വരുന്ന മറ്റൊന്നാണ് ഇൻറ്റു. ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനുള്ളിലേക്ക് എന്നർത്ഥം വരുന്നു കേട്ടോ. ഒന്നിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഇൻറ്റു ചലനത്തെ സൂചിപ്പിക്കുന്ന പ്രൊപ്പോസലാണ് ഇൻറ്റു, ഒന്നിനുള്ളിലേക്ക്. അപ്പൊ ഇൻറ്റു ദ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. എ ക്യാറ്റ് ജംപ്ഡ് ഇൻറ്റു ദ വാട്ടർ, അങ്ങ് അകത്തേക്ക് ഇറങ്ങിപ്പോയെന്നാണ്. എന്നാൽ അപ്പോൺ എന്ന് പറഞ്ഞാൽ കുട്ടികളെ, അപ്പോണ്, അപ്പോൺ എന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിലേക്ക് എന്നർത്ഥത്തിൽ. അങ്ങ് അകത്തിറങ്ങി പോവില്ല, മണ്ടയിൽ വന്ന് വീണു. നമ്മൾ പൊത്തനൊന്ന് താഴെ വീണു എന്നൊക്കെ പറയില്ലേ. അപ്പോൺ ദ ഫ്ലോറ്, അപ്പോൺ ദ യാർഡ്, യാർഡ് എന്ന് പറഞ്ഞ മുറ്റം. അപ്പോൺ ദ ഡെസ്ക്, എ ക്യാറ്റ് ജംപ്ഡ് അപ്പോൺ ദ ഡെസ്ക്, ഡെസ്കിന്റെ മണ്ടയിലേക്ക് എടുത്ത് ചാടി. ഓക്കെ, എന്നാലേ എന്ത് ചെയ്യും? ത്രൂ എന്ന് പറഞ്ഞാലേ കുട്ടികളെ, ത്രൂ എന്ന് പറഞ്ഞാൽ ഒന്നിനു എന്ത് ചെയ്യുന്നൂടെ, ഒന്നിലൂടെ കടന്നു പോവുക. എല്ലാം മലയാളം നോക്കിയാ, ഒന്നിലൂടെ കടന്നു പോവുക. ത്രൂ ദ റോഡ്, റോഡിലൂടെ കടന്നുപോയി. എ വെഹിക്കിൾ പാസസ് ത്രൂ ദി റോഡ്, എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വാഹനം റോഡിലൂടെ കടന്നുപോയി. പാസസ് ത്രൂ ദ റോഡ്. ത്രൂ ദ വിൻഡോ, ജനലിലൂടെ കടന്നുപോയി. ത്രൂ ദ ഡോറ്, ഡോറിലൂടെ കടന്നുപോയി. ഓക്കെ, ഇനി അതേപോലെ ബെനീത്ത് എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ്, അതൊരു വെർബായിട്ട് ഉപയോഗിക്കുന്നു. ബെനീത്ത് താഴെ വെർബായിട്ട് ഉപയോഗിക്കുന്നു. ബെനീത്ത് അണ്ടർ എന്ന അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നു. ബെനീത്ത് അണ്ടർ, അതൊരു വെർബാണ്. ഇനി ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് കേട്ടോ, ഓർമ്മയിലിരിക്കുക. ബൈ വളരെ പ്രധാനപ്പെട്ടാണ്. സഞ്ചാര മാർഗത്തിന് മുന്നിൽ ബൈ ചേർത്ത് പറയാം കേട്ടോ. ബൈ പ്ലസ് ബസ്, അതേപോലെ കാറ്, അതേപോലെ ജീപ്പ്, അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ലോറി, അതേപോലെ ബൈക്ക്, അതുപോലെ ബൈസൈക്കിള്, അതുപോലെ ഓട്ടോ, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ എന്ത് ചെയ്യുന്നൂടെ വാൻ, ഓട്ടോ, വാൻ, ഇങ്ങനെയുള്ള സഞ്ചാര മാർഗങ്ങൾക്ക് മുന്നിൽ ബൈ ചേർത്തു. ഐ ആം കമ്മിങ് ഹിയർ ഡാഷ് ബസ്, ഏത് പറയുമ്പോഴേ ബൈ ബസ്. ഇപ്പൊ ഡാഷ് കഴിഞ്ഞിട്ട് വാഹനങ്ങളുടെ പേര് വല്ലതും ആണെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് പറയുക? ബൈ ചേർത്തിട്ട് പറയാം. ഇത് ചെറിയ എക്സെപ്ഷണൽ കേസും കൂടെ പഠിച്ചു വയ്ക്കുക. ബൈ പറഞ്ഞുകൊണ്ട് മാത്രം പഠിച്ചു വയ്ക്കുക. കുട്ടികളെ, പൊസസീവ് അഡ്ജക്റ്റീവ് നമ്മളിപ്പോൾ പഠിച്ചവരാണ് ഇല്ലേ? ഏതൊക്കെയുണ്ട് പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ? മൈ, അതേപോലെ അവർ, അതുപോലെ യുവർ, അതുപോലെ ഹിസ്, അതുപോലെ ഹെർ, അതുപോലെ ഇറ്റ്സ്, അതുപോലെ ദയർ. പൊസസീവ് അഡ്ജക്റ്റീവ് പഠിച്ചതാണേ, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചപ്പോൾ ഇപ്പൊ പഠിച്ചതാണേ. അടുത്തത് ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? എ, അതുപോലെ ആൻ, അതുപോലെ ദി. ഓർമ്മയിലിരിക്കുക, എ ആൻഡ് ദി. ഇനി നോക്കിയേ,
നമ്മൾ നേരത്തെ പറഞ്ഞു സഞ്ചാര മാർഗങ്ങൾക്ക് മുന്നിൽ എപ്പോഴും എന്ത് ചേർക്കണം എന്ന് പറഞ്ഞു? ബൈ ചേർക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളൊരു കാര്യം ഓർമ്മയിലിരിക്കുക, ഈ വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ചാലും മതി, വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ബൈ ചേർക്കാം. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഓർമ്മയിലിരിക്കുക, വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ചില അവസരങ്ങളിൽ ബൈ മാറിയിട്ട് എന്തൊക്കെ വരാം? ഇന്നും വരാം, ഓണും വരാം. ഏതൊക്കെ വരാം കുട്ടികളെ? ഇന്നും വരാം, അതുപോലെ ഓണും വരാം. എങ്ങനെയാണെന്ന് നോക്കിയിരുന്നു. നമുക്ക് ഈ വാഹനങ്ങളെ ഉണ്ടല്ല രണ്ടായിട്ട് തിരിക്കാം. വലിയ വാഹനങ്ങള്, അതുപോലെ ചെറിയ വാഹനങ്ങൾ. വലിയ വാഹനങ്ങളുണ്ട്, ചെറിയ വാഹനങ്ങളുണ്ട്. ഓക്കെ, അതില് ഈ 2 വീലേഴ്സ് ഉണ്ടല്ലോ, അത് മാത്രം പ്രത്യേകിച്ച് എടുത്തു വെച്ച് പഠിക്കുക. എന്ത് ചെയ്യുന്നോടെ? 2 വീലേഴ്സ് മാത്രം എടുത്തു വെച്ച് പ്രത്യേകം പഠിക്കുക. ഓക്കെ, അപ്പൊ നോക്കിയോണേ, 2 വീലേഴ്സിന് മുന്നിലായിട്ട് പൊസസീവ് അഡ്ജക്റ്റീവോ, 2 വീലേഴ്സിന് മുന്നിലായിട്ട് പൊസസീവ് അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ വന്നിട്ടുണ്ടെങ്കിൽ, പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതെങ്കിലും 2 വീലേഴ്സ് ഏതൊക്കെയുണ്ട്? ബൈക്ക്, പിന്നെ അതേപോലെ തന്നെ ബൈസൈക്കിള്, ബൈക്ക്, ബൈസൈക്കിള്, അതുപോലെ സ്കൂട്ടർ, ഇങ്ങനെയുള്ള 2 വീലേഴ്സിന്റെ ഒക്കെ മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നിട്ടുണ്ടെങ്കിൽ ബൈ ചേർക്കരുത്, പകരം ഏത് ചേർത്ത് പറയുക? ഓണ് ചേർത്തിട്ട് പറയുക. എന്ത് ചേർത്ത് പറയുക? ഓണ് ചേർത്ത് പറയുക. ഞാൻ എക്സാമ്പിൾ പറയട്ടാ. ഐ ആം കമ്മിങ് ഹിയർ ബൈ ബൈക്ക്. ഐ ആം കമ്മിങ് ഹിയർ ബൈ ബൈക്ക്. ഇവിടെ ബൈക്ക് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലാ ഐ ആം കമ്മിങ് ഹിയർ ഓൺ മൈ ബൈക്ക്. ഐ ആം കമ്മിങ് ഹിയർ ഓൺ മൈ ബൈക്ക്. കണ്ട, ഇവിടെ മൈ ബൈക്ക് എന്ന് വന്നുകൊണ്ട് ഓൺ ചേർത്ത് പറഞ്ഞു. ഇനി നോക്കിയേ, ബാക്കി വാഹനങ്ങളുണ്ടല്ലോ, 2ൽ കൂടുതൽ വീലുള്ള വാഹനങ്ങൾ. അങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വലിയ വാഹനങ്ങളുണ്ട്, ചെറിയ വാഹനങ്ങളുണ്ട്. ഏതൊക്കെയാണ് വലിയ വാഹനങ്ങൾ? ബസ്, അതുപോലെ ലോറി, ട്രെയിന്, ഷിപ്പ്, എയ്റോപ്ലെയിൻ, ഇതൊക്കെ വലുതാണ്. ചെറിയ വാഹനങ്ങൾ ഏതൊക്കെയാണ് കുട്ടികളെ? കാറ്, അതായത് 5-6 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളും അതിൽ കൂടുതൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഏതൊക്കെ പറയാം? എന്ത് ചെയ്യും? കാറ്, വാന്, ഓട്ടോ, ഇങ്ങനെയൊക്കെയുള്ള വാഹനം. എന്ത് ചെയ്യുന്നു? കാറ്, വാന്, ഓട്ടോ, ഇങ്ങനെയുള്ള വാഹനങ്ങൾ. അപ്പൊ നിങ്ങൾ ഓർമ്മയിലിരിക്കുക, സഞ്ചാര മാർഗങ്ങൾക്ക് അല്ലെങ്കിൽ താരതമ്യേന വലിയ വാഹനങ്ങൾ ഏതൊക്കെയാണ്? വലിയ വാഹനങ്ങൾ ബസ്, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? ലോറി, അതുപോലെ ഏതാണ്? എയ്റോപ്ലെയിന്, അതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഷിപ്പ്, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? ട്രെയിൻ, ഇതൊക്കെ വലുതാണ്. ഇതിൻ്റെയൊക്കെ മുന്നിലായിട്ട് പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ, ഡോറുള്ള, ഇങ്ങനെ പഠിച്ചാലും മതി, ഡോറുള്ള വാഹനങ്ങളിൽ വലിയ വാഹനങ്ങൾക്ക് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നു കഴിഞ്ഞാൽ ബൈക്ക് പകരം എന്ത് ചേർത്ത് പറയുക? ഓണ് ചേർത്ത് പറയുക. ബൈക്ക് പകരം എന്ത് ചേർത്ത് പറയുക? ഓണ് ചേർത്തിട്ട് പറയുക. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ ആം കമ്മിങ് ഹിയർ ബൈ ബസ്, ഡാഷിനായിട്ട് ബസ് മാത്രം വന്നിരിക്കുന്നു. എന്നാൽ അടുത്താണെങ്കിലോ ഐ ആം കമ്മിങ് ഹിയർ ഓൺ എ ബസ്. കണ്ട, എ ബസ് എന്ന് വന്നുകൊണ്ട് ഓൺ ചേർത്ത് പറഞ്ഞു, ബൈക്ക് പകരം ഓൺ ചേർത്ത് പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ, ഡോറുള്ള വാഹനങ്ങളിൽ തന്നെ ചെറുത്, അതായത് 4-5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു. കാറ്, ജീപ്പ്, ഓട്ടോ, വാന്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പൊ ഇതിന് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്തായിട്ട് മാറുന്നു? ബൈക്ക് പകരം എന്ത് ചേർത്ത് പറയണം? ഇന്ന് ചേർത്ത് പറയണം. ബൈക്ക് പകരം എന്ത് ചേർത്ത് പറയണം? ഇന്ന് ചേർത്തിട്ട് പറയണം. എക്സാമ്പിൾ പറയട്ടാ. ഐ ആം കമ്മിങ് ഹിയർ ഡാഷ്, ഏത് പറയണം? കാർ, ഡാഷ് കാർ. അപ്പൊ നമുക്ക് എന്താ പറയാം? ബൈക്ക് കാർ, വെറും കാർ എന്നാണ് കിടക്കുന്നത്. ഐ ആം കമ്മിങ് ഹിയർ ഡാഷ് മൈ കാർ, ഇൻ മൈ കാർ. കിട്ടുമല്ല? സഞ്ചാര മാർഗങ്ങൾക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയുക? ബൈ ആണ് ചേർക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് ആർട്ടിക്കിൾ വന്നാൽ ബൈ മാറി ഓണും ഇന്നും ആക്കണം. ഏത്? ഡോറുള്ള വാഹനങ്ങളിൽ വലിയ വാഹനങ്ങളാണെങ്കിൽ അവയ്ക്ക് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ഓൺ ചേർത്ത് പറയുക. ഡോറുള്ള വാഹനങ്ങളിൽ ചെറിയ വാഹനങ്ങളാണെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ചേർത്ത് പറയുക. 2 വീലേഴ്സിന് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ഓൺ ചേർത്ത് പറയുക. ഇനി കാൽനടയായി നടക്കുന്നു, നമ്മൾ ഓൺ ഫൂട്ട് പറയുമല്ലോ. കാൽനടയായി നടക്കുന്നു എന്ന് പറയാൻ ഓണ് ചേർത്തിട്ടാണ് പറയേണ്ടത് കേട്ടോ. കാൽനടയായി നടക്കുന്നു എന്ന് പറയാൻ ഓണ് ചേർത്തിട്ട് പറയാം. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, അത്രയും എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്, അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൂടുതൽ പോയിന്റുകൾ പറയത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. ഓരോ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? ചോദ്യം എഴുതുക, ആൻസർ ഓപ്ഷൻ സഹിതം എഴുതിയെടുക്കുക, ആൻസർ എക്സ്പ്ലനേഷൻ കേൾക്കുക, വേണ്ട കാര്യങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 4-5 പേപ്പർ നിറഞ്ഞ് കാര്യങ്ങൾ നിൽക്കണം. ഓക്കെ,
അപ്പോൾ ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഉത്തരം അണ്ടർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ അണ്ടർ ഉത്തരം വരുന്നത്. ക്ലിയർ ആണല്ലോ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസും. അടുത്ത ചോദ്യം നോക്കിയേ. ഡാഷ് ഹി ബോറോസ് ദ മണി. ബോറോസ് ദ മണി. ബോറോ മീൻസ് കടം വാങ്ങുക എന്നാണ് കേട്ടോ. മണി എസ്റ്റർഡേ. യൂസ് ആപ്റ്റ് പ്രിപ്പോസിഷൻ ആണ് ചോദ്യം വന്നിരിക്കുന്നത്. വുഡ് ഉണ്ട്, ഹാഡ് ഉണ്ട്, ഡസ് ഉണ്ട്, ഡിഡ് ഉണ്ട്. കുട്ടികളെ പറഞ്ഞു നോക്കിയേ, അവിടെ ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് ചോദ്യ രൂപേണ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന സെന്റൻസുകളെല്ലാം ഇന്ററോഗേറ്റീവ് തന്നെയാണ്. ഇത് ഏതും ചേർക്കാം, പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉത്തരമായിട്ട് വരുള്ളൂ. നോക്കുക, ഇത് ടെൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്റ്റർഡേ വന്നു കഴിഞ്ഞാൽ അവിടെ ഉത്തരം ഏത് വരണം? വെർബ് വീട്ടു വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം. ഓക്കെ, നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? അലി 2023 പ്ലസ് V2 അല്ലെങ്കിൽ ഡിഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരും അല്ലെ. എയിൽ വരുന്ന വാക്ക് എഗോ, എയിൽ വരുന്ന വാക്ക് എഗോ. എല്ലാണെങ്കിൽ ലാസ്റ്റ്, വൈ ആണെങ്കിൽ യെസ്റ്റർഡേ, വൈ ആണെങ്കിൽ യെസ്റ്റർഡേ. അതേപോലെ 2023 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ വർഷങ്ങൾ, കഴിഞ്ഞുപോയ വർഷങ്ങൾ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ വെർബ് V2 എഴുതാം, അല്ലെങ്കിൽ ഡിഡ് പ്ലസ് V1 എഴുതാം. നോക്കട്ടെ, ഇവിടെ ഓക്സിലറി നോക്ക്. ഇവിടെ യെസ്റ്റർഡേ വന്നുകൊണ്ട് വെർബ് അല്ല കിടക്കുന്ന ഓക്സിലറി ആണ്. അതുകൊണ്ട് നമുക്ക് ഏതെഴുതാം? അവിടെ വുഡ് ഉണ്ട്, ഹാഡ് ഉണ്ട്, ഡസ് ഉണ്ട്, ഡിഡ് ഉണ്ട്. ഏതെഴുതാം കുട്ടികളെ? ഡിഡ് അവിടെ ഉത്തരമായിട്ട് എഴുതാം. എന്തെഴുതാം? ഡിഡ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് എഴുതാം. ക്ലിയർ ആണോ ആ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യുന്നൂടെ വാക്കുകളും കാര്യവും? അപ്പൊ സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് എന്തുത്തരമായിട്ട് എഴുതി? ഡിഡ് അവിടെ ഉത്തരമായിട്ട് എഴുതി. സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് ഡിഡ് നമ്മൾ അവിടെ ഉത്തരമായിട്ട് എഴുതി. നോക്കിയേ, അടുത്ത ചോദ്യം. ഐ ഡാഷ് ഫോർ എ മന്ത്. ഐ ഡാഷ് ഫോർ എ മന്ത്. എക്സസൈസ് ഓപ്ഷനിലുണ്ട്, ഹാവ് ബീൻ എക്സസൈസിങ് ഓപ്ഷനിലുണ്ട്, എക്സസൈസ്ഡ് ഓപ്ഷനിലുണ്ട്, ഷാൾ എക്സസൈസ് ഓപ്ഷനിലുണ്ട്. നോക്കിയേ, ഇതും ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചതാണ്, വളരെ എളുപ്പത്തിലാണ് ടെൻസ് പറഞ്ഞു തന്നത്. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ എന്തെന്ന് പഠിച്ചു കുട്ടികളെ? സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ എന്ത് ഉത്തരം വരണം? ഹാസ് ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരും. ഇതാ അവിടെ ഫോർ കിടക്കുന്നുണ്ടാ. അപ്പൊ ഉത്തരം ഏതു? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING. ഓപ്ഷനിൽ ഏത് കിടക്കുന്നു? ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഇതാ ഐ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ബീൻ പ്ലസ് ING അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഐ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഹാവ് ബീൻ എക്സസൈസിങ് ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അപ്പൊ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഉത്തരം ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING എഴുതാം. കുട്ടികളെ ഇവിടെ ഒരു ചെറിയ ശ്രദ്ധയും കൂടെ കൊടുക്കുക. ടെൻസിന്റെ കാര്യത്തിൽ തന്നെയാണ് പഠിച്ചത്. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ, സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും വന്നാൽ, പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും വന്നാൽ ഉത്തരം ഏതിലേക്ക് മാറുന്നു കുട്ടികളെ? ഉത്തരം ഏതിലേക്ക് മാറുന്നു? പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും വന്നാൽ ഹാഡ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് എഴുതാം. ഹാഡ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് എഴുതാം. നമ്മൾ ആ ടെൻസിൽ പഠിച്ചാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഡിക്കേഷൻ. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻസില് പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വല്ലതും വന്നു കഴിഞ്ഞാൽ ഹാഡ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് എഴുതാം. അപ്പൊ ഈ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കിട്ടുമല്ലോ, മറക്കൂല. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പഠിച്ച ടോപ്പിക്കുകളാണെങ്കിൽ ആ ടോപ്പിക്ക് ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരു തവണ ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കാൻ മറക്കരുത്, വായിച്ചു നോക്കാതിരിക്കല്ലേ. അടുത്ത നോക്കിയേ, ഡോണ്ട് ഡിസ്ട്രോയ് ഇറ്റ്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ്. ഡോണ്ട് ഡിസ്ട്രോയ് ഇറ്റ്. വോണ്ട് യു ഓപ്ഷനിലുണ്ട്, ഡിഡിന്റ് യു ഓപ്ഷനിലുണ്ട്, ഡു യു ഓപ്ഷനിലുണ്ട്, വിൽ യു ഓപ്ഷനിലുണ്ട്. കുട്ടികളെ, ഡോണ്ട് എന്ന് പറയുന്ന വാക്ക് ഒരു ഡോണ്ടി തുടങ്ങുന്ന സെൻസിൽ ഏതുതരം സെൻറ്റൻസ് ആണ്? ഇമ്പരേറ്റീവ് സെന്റൻസുകളാണ് കേട്ടോ. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസുകളാണ് തരുന്നതെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? വെർബിലോ അല്ലായെങ്കിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്കിലോ, അല്ലായെങ്കിൽ പ്ലീസ് എന്ന് പറയുന്ന വാക്കിലോ, അല്ലായെങ്കിൽ കൈൻഡ്ലി എന്ന വാക്കിലോ, അല്ലായെങ്കിൽ ബി എന്ന വാക്കിലോ, അല്ലായെങ്കിൽ ഡോണ്ട് എന്ന വാക്കിലോ തുടങ്ങുന്ന സെന്റൻസുകളാണ് ഇമ്പരേറ്റീവ്. ഇവിടെ ഇവയുടെ കോമൺ ടാഗ്
സെന്റൻസ് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും നോക്കണ്ട. ഇവ ഇങ്ങനെയുള്ള സെന്റൻസുകൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ കോമൺ ടാഗ് വില്ലിയു ആയിരിക്കും. ഏതായിരിക്കും കുട്ടികളെ? വില്ലിയു ടാഗിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ കോമൺ ടാഗ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് പോസിറ്റീവ് നോക്കട്ടെ, ഇന്ന സെന്റൻസ് ആണെങ്കിൽ ഇന്നത് ഉത്തരം എന്ന രീതിയിൽ വരുന്നു. അപ്പോൾ വില്ലിയു ഉത്തരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏതുകൊണ്ട് ഓപ്ഷൻ ഏത് എടുക്കുന്നു? അവിടെ വില്ലിയു ഉത്തരമായിട്ട് എഴുതുന്നു. വില്ലിയു ഉത്തരമായിട്ട് എഴുതുന്നു. ഓർമ്മയിലിരിക്കുക. നോക്ക്, ചില കോമൺ ടാഗുകൾ ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്, ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകൾ കോമൺ ടാഗ് ഏതാണ്ട് വില്ലിയു എന്താ പറയുക, ഷാൾ വി ഉത്തരമായിട്ട് ഉപയോഗിക്കാം. എന്ത് ഉപയോഗിക്കാം? ഷാൾ വി ഉത്തരമായിട്ട് ഉപയോഗിക്കാം. ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസിൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ ഷാൾ വി ഉത്തരമായിട്ട് ഉപയോഗിക്കാം. സെന്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട. ലെറ്റസ് ഗോ ഫോർ എ പിക്നിക്, ലെറ്റസ് ഗോ ഫോർ എ പിക്നിക് ഉത്തരം ഏത് വരുന്നു? ലെറ്റസിൽ തുടങ്ങുന്നതുകൊണ്ട് വില്ലിയു ഷാൾ വി ഉത്തരമായിട്ട് ഉപയോഗിക്കും. വില്ലിയു അല്ല, ഷാൾ വി അവിടെ ഉത്തരമായിട്ട് ഉപയോഗിക്കാം. ഇനി നോക്കിയേ, ലെറ്റ് അസ് പ്ലീസ് ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്ന ലെറ്റസ് പ്ലീസിലാണെങ്കിൽ എന്തുപയോഗിക്കുക? വില്ലിയുന് പകരം അല്ലെങ്കിൽ ഷാൾ വിക്ക് പകരം വില്ലിയു ഉത്തരമായിട്ട് ഉപയോഗിക്കുക. ഷാൾ വിക്ക് പകരം വില്ലിയു ഉത്തരമായിട്ട് ഉപയോഗിക്കുക. ലെറ്റസ് പ്ലീസ് ആണ് വരുന്നതെങ്കിൽ വില്ലിയു ടാഗായിട്ട് ഉപയോഗിക്കാം. ഒരു സെന്റൻസ് ലെറ്റസ് പ്ലീസ് തുടങ്ങി കഴിഞ്ഞാൽ ഉത്തരം ഏത് എഴുതുക? വില്ലിയു ഉത്തരമായിട്ട് എഴുതാം. ലെറ്റസ് പ്ലീസ് ഗോ ഹോം, ലെറ്റസ് പ്ലീസ് ഗോ ഹോം ഉത്തരം ഏത് വരുന്നു? വില്ലിയു അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇനി നോക്ക്, ലെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ലെറ്റ് മീൽ തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ കോമൺ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ വില്ലിയു അവിടെ ടാഗായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഷാൾ ഐയും ടാഗായിട്ട് ഉപയോഗിക്കാം. വില്ലിയു ഉപയോഗിക്കാം, ഷാൾ ഐ ഉപയോഗിക്കാം. ഒരു സെന്റൻസ് ലെറ്റ് മീൽ തുടങ്ങുകയാണെങ്കിൽ വില്ലിയു ഉപയോഗിക്കാം, ഷാൾ ഐയും ഉപയോഗിക്കാം. മറക്കരുത്. ഓക്കെ, ഇതൊക്കെ കോമൺ ടാഗുകളാണ്. ഉത്തരം ഏത് വരുന്നു? നമ്മൾ ഇപ്പോഴത്തെ ചോദ്യത്തിന് ഉത്തരം വില്ലിയു അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ. The boys as well as their coaches dash left. കുട്ടികളെ കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ടോപ്പിക്ക് കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. സബ്ജക്റ്റിനനുസരിച്ച് വെർബുകൾ എഴുതുക. ഹാവ് ഓപ്ഷനിലുണ്ട്, ആർ ഓപ്ഷനിലുണ്ട്, ഹാസ് ഉണ്ട്, വാസ് ഉണ്ട്. പഠിക്കുക. ഇവിടുത്തെ കീവേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അസ്വെല്ലസ് ആണ് കേട്ടോ. അസ്വെല്ലസ് അതായത് തന്നിരിക്കുന്ന സെന്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ വാക്കുകൾ പറയാം? വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. 3 വാക്കുകൾ പറഞ്ഞേ. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. ഒരു തവണ കൂടെ പറ. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. റാദർ ദാൻ, മോർ ദാൻ. റാദർ ദാൻ, മോർ ദാൻ. ദാൻ വരുന്ന 2 വാക്കുകൾ. റാദർ ദാൻ, മോർ ദാൻ. ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, ഇൻ അഡിഷൻ ടു. 4 വാക്കുകൾ ഒരുമിച്ച് പറഞ്ഞേ. ഇൻ ദ കമ്പനി ഓഫ്, അടുത്ത വാക്ക് അക്കമ്പനീഡ് ബൈ, അടുത്ത വാക്ക് ഫോളോഡ് ബൈ, അടുത്ത വാക്ക് ഇൻ അഡിഷൻ ടു, അടുത്ത വാക്ക് ബിസൈഡ്സ്. ഏത് വാക്ക്? ബിസൈഡ്സ്. അടുത്ത വാക്ക് as well as, as much as. കണ്ട? as well as, as much as, as well as, as much as. like, unlike. അടുത്ത വാക്കുകൾ ഏതൊക്കെ ഉണ്ടായി? like, unlike, including, not including, excluding, not excluding, and not. including, not including, excluding, not excluding. അവസാനത്തെ വാക്ക് and not. കുട്ടികളെ ഇത്രയും വാക്കിൽ ഏതെങ്കിലും ഒരു വാക്ക്, ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് വെച്ച് 2 സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ, ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് വെച്ച് 2 സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ അതില് ആദ്യത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. ഓക്കെ, 2 വാക്കുകളെ ബന്ധിപ്പിച്ചാൽ അതിൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതുക. വാക്കുകൾ ഓർമ്മയിലിരിക്കുക. നോക്കുക, അസ്വല്ലാസ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ സബ്ജക്റ്റ് ബോയ്സ്, രണ്ടാമത്തെ കോച്ചസ്. നമ്മൾ പൊതുവേ ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാണ്? ഡാഷിന് മുന്നിൽ കിടക്കുന്ന സബ്ജക്റ്റ് നോക്കി ഉത്തരം എഴുതി വയ്ക്കും. ഇപ്പം ചിലപ്പോൾ ശരിയാവാം, ഇതിലിപ്പോൾ എഴുതി കഴിഞ്ഞാൽ ശരിയായി വരാം. എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ ചിലപ്പോൾ അവിടെ സിംഗുലാർ ആണ് കിടക്കണമെങ്കിൽ ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ, ഇവിടെ നമുക്ക് ബോയ്സിനനുസരിച്ചാണ് ഉത്തരം എഴുതേണ്ടത്. ബോയ്സ് പ്ലൂറലാണ്, അതുകൊണ്ട് ഉത്തരം പ്ലൂറൽ എഴുതണം. ഹാവ് പ്ലൂറൽ, ആറ് പ്ലൂറൽ, ഹാസ് സിംഗുലാർ, വാസ് സിംഗുലാർ. അപ്പൊ നമുക്ക് ഈ സിംഗുലാർ ആയിട്ടുള്ള 2 വെട്ടിക്കളയാം. ഇനി ഏതുകൊണ്ടേ? ഹാവും ഉണ്ട്, ആറും ഉണ്ട്. ഇത് രണ്ടിൽ ഏതാണെന്ന് നോക്കാം. വെർബ് നോക്കിയേ, ലെഫ്റ്റ് ആണ് കിടക്കുന്നത്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ V3 ആണ്. ഇനി ഹാസ്, ഹാവ്, ഹാഡ്. ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് കഴിഞ്ഞാൽ എപ്പോഴും വെർബ് V3 ആണ്. എന്നാൽ എന്ത് ചെയ്യുന്നൂടെ? ഈസ്, ആം, ആറ്,
അതുപോലെ വാസ്, അതുപോലെ വെയർ കഴിഞ്ഞാൽ ഉത്തരം എപ്പോഴും ING ആണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നോടെ? അവിടെ ഹാവ് ഉത്തരമായിട്ട് വരുന്നു. ഉത്തരം ഏത് വരുന്നു കുട്ടികളെ? ഹാവ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, റാദർ ദാൻ, മോർ ദാൻ, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ആസ് വെൽ ആസ്, as much as, like, unlike, including, not including, excluding, not excluding, and not. ഇത്രയും വാക്കുകൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിയേ, അഖിൽ വാസ് സ്റ്റാൻഡിങ് ഡാഷ് ഗേറ്റ്. അഖിൽ വാസ് സ്റ്റാൻഡിങ് ഡാഷ് ഗേറ്റ്. കുട്ടികളെ, ഫിക്സഡ് പൊസിഷൻസ്, ഒരു കൃത്യസ്ഥാനത്തെ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഒരു കൃത്യസ്ഥലമാണ് പറയുന്നതെങ്കിൽ അവിടെ എപ്പോഴും എന്ത് ചേർത്ത് പറയുക? അറ്റ് ചേർത്ത് പറയുക. വളരെ കൃത്യസ്ഥലങ്ങളാണെങ്കിൽ എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്ത് പറയാം. നോക്ക്, കൃത്യസ്ഥലമായതുകൊണ്ട് ഇവിടെ എന്ത് ഉത്തരം വരുന്നു? അറ്റ് ദ ഗേറ്റ്, അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ഡോർ, അറ്റ് ദ എന്ത് ചെയ്യുന്നുണ്ട്? റൂഫ് ടോപ്പ്, അറ്റ് ദ മിഡിൽ ഓഫ് ദ റോഡ്. ഇങ്ങനെ കൃത്യസ്ഥലങ്ങളാണെങ്കിൽ അറ്റ് ചേർത്തിട്ട് പറയാം. അതുകൊണ്ട് അവിടെ ഉത്തരം ഏത് വരുന്നൂടെ? അറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്നാൽ അറ്റ് ഉപയോഗിക്കുന്ന മറ്റ് സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? കൃത്യസമയം എന്ത് ചെയ്യുന്നൂടെ? കൃത്യസമയമാണെങ്കിൽ എന്ത് ചേർത്ത് പറയുക? അറ്റ് ചേർത്തിട്ട് പറയാം. വളരെ കൃത്യമായ സമയങ്ങൾക്ക് മുന്നിൽ അറ്റ് ചേർത്ത് പറയാം. രണ്ടാമത്തത് എന്ത് ചെയ്യുന്നോടെ? എന്ത് ചെയ്യും? ആഘോഷങ്ങളുടെ മുന്നിൽ, ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ അറ്റ് ചേർത്തിട്ട് പറയാം. ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ അറ്റ് ചേർക്കാം. അതുപോലെ വില, അതുപോലെ എണ്ണം, അതുപോലെ തൂക്കം എന്നിവയ്ക്ക് മുന്നിൽ, വില, എണ്ണം, തൂക്കം എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ചേർത്തിട്ട് പറയാം. വില, എണ്ണം, തൂക്കം എന്നിവയ്ക്ക് മുന്നിൽ അറ്റ് ചേർത്തിട്ട് പറയാം. വയസ്സിന് മുന്നിൽ അറ്റ് ചേർത്തിട്ട്, നമ്മളെയൊക്കെ വയസ്സ് പറയുമ്പം അറ്റ് ചേർത്തിട്ട് പറയാം. ഓർമ്മയിലിരിക്കുക, വയസ്സിന് മുന്നിൽ അറ്റ് ചേർത്തിട്ട് പറയുക. ഓക്കെ, അപ്പൊ ആ കൃത്യ സമയങ്ങൾക്ക് മുന്നിൽ അറ്റ് ചേർക്കാം. പിന്നെ അതേപോലെ താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ, അതേപോലെ സ്ഥലത്തിന് പ്രാധാന്യം നൽകി പറഞ്ഞാൽ, സ്ഥലത്തിന് പ്രാധാന്യം നൽകി പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ചേർത്ത് പറയാം. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. താരതമ്യേന ചെറിയ സ്ഥലങ്ങൾ, ഇപ്പൊ വല്ല ഗ്രാമപ്രദേശത്തിന്റെ പേരോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അറ്റ് ചേർത്തിട്ട് പറയാം. എന്നാൽ വലിയ നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയൊക്കെ പേരിന് മുന്നിൽ ഇന്നാണ് ചേർക്കുന്നത് കേട്ടോ. ഇന്നാണ് ചേർക്കുന്നത് ഇല്ലേ? മാസങ്ങളുടെ പേരിന് മുന്നിൽ ഇന്നാണ് ചേർക്കുന്നത്. സീസണുകളുടെ പേരിന് മുന്നിൽ ഇന്നാണ് ചേർക്കുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നോടെ? അതുപോലെ വർഷങ്ങളുടെ പേരിന് മുന്നിൽ, വർഷങ്ങൾക്ക് മുന്നിൽ 50, 60, 70, 1950 ഒക്കെ ഇന്നാണ് ചേർക്കുന്നത്. ഓണെന്ന് പറയുന്നത് പൂർണ്ണമായ തീയതികളാണെങ്കിൽ ഓണാണ് ചേർക്കുന്നത്. പൂർണ്ണമായ തീയതികൾക്ക് മുന്നിൽ ഓണ് ചേർക്കണം. അതുപോലെ ആഴ്ചകളുടെ പേരിന് മുന്നിൽ ഓണ് ചേർക്കണം. കാൽനടയായി നടക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഓണ് ചേർത്തിട്ട് പറയണം. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർമ്മയിലിരിക്കുക. ഇത്രയാണ് അവിടെ വരുന്ന ഭാഗങ്ങൾ. ക്ലിയർ ആണല്ലോ? അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കൃത്യസ്ഥലങ്ങളാണെങ്കിൽ അറ്റ് ചേർത്ത് പറയുക. ഓർമ്മയിലിരിക്കുക. നല്ലൊരു ചോദ്യം വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ആർട്ടിക്കിൾ നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. ദേ വെയിറ്റഡ് ഫോർ ഡാഷ് ദി അവർ. നിങ്ങൾ പറഞ്ഞു നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ആ എന്ന് പറയുന്ന മലയാള അക്ഷരത്തിലാണ്. ആ സ്വരാക്ഷരതയുണ്ട് ആൻഡ് അവർ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ആൻ ചേർത്ത് പറയുക, അല്ല എങ്കിൽ എ ചേർത്തിട്ട് പറയാം. എലിഫന്റ് നിങ്ങൾ ചുമ്മാ പറഞ്ഞു നോക്കിയേ, എലിഫന്റ് എയിലാണ് തുടങ്ങുന്നത്. ആൻ എലിഫന്റ്. ഇങ്ക് പോട്ട് പറഞ്ഞു നോക്കിയേ, ഇ ആൻ ഇങ്ക് പോട്ട്. അംബ്രല്ല ആയിലാണ് തുടങ്ങുന്നത്. ആൻ അംബ്രല്ല. കാറ് കായിലാണ് തുടങ്ങുന്നത്. എ കാറ്. യൂറോപ്യൻ യായിലാണ് തുടങ്ങുന്നത്. മലയാള യായിലാണ്. എ യൂറോപ്യൻ. യൂണിവേഴ്സിറ്റി അതും യാ എന്ന് പറയുന്ന മലയാളാക്ഷരത്തിലാണ് തുടങ്ങുന്നത്. എ യൂണിവേഴ്സിറ്റി. ഇനി യൂണിയൻ അതും യാ എന്ന് പറയുന്ന മലയാളാക്ഷരമാണ്. എ യൂണിയൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുക. വൺ ഐഡ് മാൻ വാ എന്ന് പറയുന്ന മലയാളാക്ഷരത്തിലാണ്. എ വൺ ഐഡ് മാൻ. ഓണസ്റ്റ് ഓ എന്ന് പറയുന്ന മലയാളാക്ഷരത്തിലാണ്. ആൻ ഓണസ്റ്റ്. മറക്കൂലല്ലോ? അപ്പൊ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സാധനം. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ദാക്ക് നമ്മളൊരു കോഡ് വെച്ചിട്ടാണ് പഠിച്ചത്. ദ പ്ലസ് പ്രിസൺ എന്ന് പറയുന്ന ഒരു കോഡാണ് പഠിച്ചത് അല്ലേ? എന്ത് ചെയ്യും? ദ പ്ലസ് പ്രിസൺ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. ഹി വാസ് ഡാഷ് ദ ഇംപ്രഷൻ ദാറ്റ് ഷി വാസ് എ മലയാളി. നോക്കിയാണ് കുട്ടികളെ, ഓണുണ്ട്, വിത്തുണ്ട്, അണ്ടറുണ്ട്, ഇന്നുണ്ട്.
അവിടെ ഉത്തരമായിട്ട് വരുന്നത് അണ്ടർ ദ ഇംപ്രഷൻ ആണ് കേട്ടോ. അണ്ടർ ദ ഇംപ്രഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ അണ്ടർ ദ ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ് ബിലീവ് ചെയ്യുക എന്നാണ്, വിശ്വസിക്കുക എന്നാണ് കേട്ടോ. ഹി വാസ് ബിലീവിങ് ദാറ്റ് ഹി വാസ് എ മലയാളി. ഇപ്പൊ ബിലീവിങ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വരാൻ വേണ്ടിയിട്ട് ബിലീവിങ് എന്നാണ് അവിടെ വരേണ്ടത്. അപ്പൊ അവിടെ ഉത്തരം ഏത് വരുന്നോടെ അണ്ടർ, അതൊരു യൂസേജ് ആണ്. അണ്ടർ ദ ഇംപ്രഷൻ മീൻസ് ടു ബിലീവ് അല്ലെങ്കിൽ ബിലീവിങ് എന്നാണ് കേട്ടോ, വിശ്വസിക്കുക എന്നർത്ഥത്തിൽ പറയും. അതുകൊണ്ട് അവിടെ അണ്ടർ വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചൗഹാൻ ഈസ് ഡാഷ് ദ മോസ്റ്റ് ഡിപ്പെൻഡബിൾ ബാറ്റ്സ്മാൻ ഇൻ അവർ ടീം. കുട്ടികളെ നോക്കിയേ, ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. മോസ്റ്റ് ഡിപ്പെൻഡബിൾ കണ്ട തന്നിരിക്കുന്ന സെന്റൻസ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. പഠിച്ചതാണ്. എങ്ങനെ മനസ്സിലാക്കാൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന്? ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്കുകളാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അവയ്ക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയുക? ദാ ചേർത്തിട്ട് പറയുക. മറക്കൂലല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദാക്ക് ഒരു കോഡ് വെച്ചിട്ടാണ് പഠിച്ചത്. എങ്ങനെയാണെന്നോ ആ കോഡ് പറഞ്ഞു നോക്കിയേ. ദ പ്ലസ് പ്രിസൺ. നിങ്ങൾ എന്നോടൊപ്പം പറയണേ. ദ പ്ലസ് പ്രിസൺ എന്ന കോഡാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, പിയിൽ വരുന്ന വാക്ക് പീപ്പിൾ ഇൻ എ കൺട്രി, ഒരു രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്ക്. ആറിൽ വരുന്ന വാക്ക് റിലീജിയസ് ബുക്ക്, ബിൽഡിങ്, മോണമെന്റ്സ്. ഐയിൽ വരുന്ന വാക്ക് ഇൻവെൻഷൻസ്. ഓക്കെ, എസ്സിൽ വരുന്ന വാക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഓയിൽ വരുന്ന വാക്ക് ഓഫീസ്, പൊസിഷൻ, ഓർഡിനൽ നമ്പർ. എന്നിൽ വരുന്ന 7 വാക്കുകൾ ഏതൊക്കെയുണ്ടായി? നെയിം ഓഫ് നാച്ചുറൽ ട്രൂത്ത്, രണ്ടാമത്തത് നെയിം ഓഫ് ബോഡി പാർട്സ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മൂന്നാമത്തത് നെയിം ഓഫ് റോയൽ പൊസിഷൻ ആൻഡ് റിലീജിയൻ, നാലാമത്തത് നെയിം ഓഫ് ഷിപ്പ്, ട്രെയിന്, ഹോട്ടല്, തിയേറ്റർ, മാള്, ബാങ്ക്, ഡയറക്ഷൻ. ഓക്കെ, അടുത്തത് ഇത് ചെയ്യുന്നോടെ. അഞ്ചാമത്തെ ഏതായിരുന്നോടെ? നെയിം ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസീൻസ്. ആറാമത്തത് നെയിം ഓഫ് മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. ഏഴാമത്തത് നെയിം ഓഫ് ഏത് വരുന്നു? റിവർ, കനാൽ, ഓഷൻ, സീ, ഡെസേർട്ട്, വാലി, ഫോറസ്റ്റ്, എക്സെട്ര, ഗൾഫ്. ഇതൊക്കെ വരുന്നു അല്ലേ? അതിൽ എക്സെപ്ഷണൽ കേസും പഠിച്ചതാണ്. അപ്പൊ നമ്മളത് ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കുക. ഇത് പറഞ്ഞപ്പോൾ എന്നോടൊപ്പം പറയാൻ പറ്റാത്തവരാണെങ്കിൽ ആ കോഡൊന്ന് പഠിച്ച് അല്ലെങ്കിൽ പഠിച്ചതിന്റെ നോട്ടൊന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്കുക. കാരണം മറക്കരുത്. ഓക്കെ, കിട്ടുമല്ലോ കുട്ടികളെ? അതുകൊണ്ട് ഇവിടെ ഉത്തരം ഏത് വരുന്നു? മോസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അതുകൊണ്ട് ദ എന്ന് പറയുന്ന ഉത്തരം അവിടെ ഉത്തരമായിട്ട് വരും, അല്ലെങ്കിൽ ദ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഗീത നോസ് തമിഴ് ആൻഡ് തെലുങ്കു ഡാഷ് മലയാളം. ഓക്കെ, അവിടെ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എക്സെപ്റ്റ് ഉണ്ട്, ബിസൈഡ് ഉണ്ട്, ബെറ്റർ ഉണ്ട്, ബിസൈഡ്സ് ഉണ്ട്. പറഞ്ഞു നോക്കിയേ, എളുപ്പമുള്ളൊരു ചോദ്യമാണ്. കൂടാതെ എന്ന അർത്ഥത്തില് ബിസൈഡ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഡി ഓപ്ഷൻ ആയിട്ടുള്ള ബിസൈഡ്സ് ഉത്തരമായിട്ട് വരുന്നു. കുട്ടികളെ, എന്താണ് ഈ ബിസൈഡും ബിസൈഡ്സും തമ്മിൽ വ്യത്യാസം? ബിസൈഡ്, നിങ്ങൾ സൈഡ് ഓർക്കുക. സൈഡ് എന്ന് പറഞ്ഞാൽ സമീപത്ത് എന്നർത്ഥത്തിൽ വരുന്നു കേട്ടാ. എന്താ ബിസൈഡ്സ് എന്ന് പറഞ്ഞാലാ? ബിസൈഡ്സ് കൂടാതെ എന്നർത്ഥത്തിൽ വരുന്നു കേട്ടാ. കൂടാതെ എന്നർത്ഥത്തില് വരുന്നു. ഓക്കെ, മറക്കൂലല്ല. ഓക്കെ, ബിറ്റ്വീനും എമങ്ങും തമ്മിൽ വ്യത്യാസം പറ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്നർത്ഥം. രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്നർത്ഥം. എന്നാ എമങ് എന്ന് പറഞ്ഞാലാ? എമങ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്നർത്ഥം. രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ. ഹി സിറ്റ് ബിറ്റ്വീൻ രാജു ആൻഡ് രാമു. രാജുവിന്റെ രാമുവിന്റെ ഇടയിൽ കയറിയിരിക്കുന്നു. എന്ത് ചെയ്യുന്നൂടെ? ഹി സിറ്റ്സ് ബിറ്റ്വീൻ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ സിറ്റ്സ് എമങ് ഹിസ് ഫ്രണ്ട്സിന്റെ ഇടയിൽ കയറിയിരിക്കുന്നു. എമങ് രണ്ടിൽ കൂടുതൽ, ബിറ്റ്വീന് രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിൽ എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഉത്തരം ആയിരുന്നു ഡി ഓപ്ഷൻ ആയിട്ടുള്ള ബിസൈഡ്സ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഒന്ന് നോക്കിയേ, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സാജുറേറ്റ്, ഇൻ വൾണറബിള്, ന്യൂറോസിസ്, പ്രോലോഗ്. ഏതാണ് കുട്ടികളെ ഉത്തരം? അവിടെ ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതിനകത്ത് വല്ല കീ വേർഡ് ഒന്നുമില്ല, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ന്യൂറോസിസ്. അപ്പൊ ന്യൂറോസിസില് CIS അല്ല SIS ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ സ്പെല്ലിംഗ് കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SIS ആണ് കേട്ടോ. CIS അല്ല, സി അവിടെ തെറ്റാണ്. SIS ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ന്യൂറോസിസ് എന്നത് വരുന്നു. ഓക്കെ, വൾണറബിൾ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ളതെന്നാണ് കേട്ടോ. ഇൻവൾണറബിൾ എന്ന് പറഞ്ഞാൽ മോശമല്ലാത്തത് എന്ന അർത്ഥത്തിൽ പറയുന്നു കേട്ടോ. പ്രോലോഗ് എന്ന് പറഞ്ഞാൽ ആമുഖം എന്നാണ് കേട്ടോ. പ്രോലോഗ് മീൻസ്
ആമുഖം എന്നാണ് കേട്ടോ. ദേ ആമുഖം എന്നൊക്കെ പറയുന്നു കേട്ടോ. ദേ നോട്ടാ അവതാരിക എഴുതുക എന്നൊക്കെ പറയില്ല, അവതാരിക. എക്സാജറേറ്റ് എന്ന് പറഞ്ഞാൽ വലുതാക്കി പറയുക, പൊലിപ്പിച്ച് പറയുക എന്നാ കേട്ടോ, വലിച്ചു നീട്ടുക എന്ന അർത്ഥത്തിൽ പറയുന്നു. മറക്കല്ല കേട്ടോ, അതിന്റെ മീനിങ് കൂടെ പറഞ്ഞേ ഉള്ളൂ. അടുത്ത നോക്കിയേ, വാ അടുത്തും ദേ മിസ്പെൽഡ് ബേർഡ് ആണ്. ദേ എന്നോട് താഴെ തന്നിരിക്കുന്നതിൽ മിസ്പെൽഡ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് കറക്ഷൻ ഉള്ള വേർഡ് ഏതെന്നാണ്. ദേ എന്നോട് താഴെ തന്നിരിക്കുന്നതിൽ ഡിസിഡന്റ് ഉണ്ട്, ഡിസ്ട്രോട്ട് ഉണ്ട്, പെർവേർട്ട് ഉണ്ട്, അതുപോലെ സപ്രഷൻ ഉണ്ട്. ഏതാണ് കുട്ടികളെ? ഇപ്പൊ ഡിസിഡന്റ് ആണ് കേട്ടോ, ഡിസിഡന്റ്. ഡന്റ് അല്ല, ഡെന്റ്. അപ്പൊ എ ഓപ്ഷൻ ആണ് ഉത്തരം തെറ്റ്. അപ്പൊ AND അല്ല, ENT ആണ് ഉത്തരം മാറ്റി വരുന്നത് കേട്ടോ. അപ്പൊ ENT ആണ് ഉത്തരം ചെയ്യുന്നോടെ. അപ്പൊ അതില് തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ANT വരില്ല, ENT എന്നാണ് വരേണ്ടത്. ഡിസിഡന്റ് എന്നാണ് അർത്ഥമായിട്ട് ഇതെന്ന് വരുന്നത്. ഇപ്പോൾ പെർവേർട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? പെർവേർട്ട് നല്ലൊരു വാക്കാണ് കേട്ടോ. പെർവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെർവേർട്ട് മോശമായ രീതിയിൽ നടക്കുന്ന ആൾക്കാരെ പെർവേർട്ട്സ് എന്ന് പറയും കേട്ടോ. പെർവേർട്ട് മീൻസ് ദുർനടപ്പ് നടക്കുന്ന ആൾക്കാർ, മോശമായ രീതികളിൽ ജീവിതം നയിക്കുന്ന ആൾക്കാരെന്നാണ് കേട്ടോ അർത്ഥം. അതെ, സപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. സപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തുക എന്ന അർത്ഥത്തിൽ പറയും, മറക്കാതിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് ആന്റണിം. ആന്റണിം എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അന്റോണിയം താഴെ തന്നിരിക്കുന്നതിൽ അന്റോണിയം. അന്റോണിയം എന്ന് പറഞ്ഞാൽ എതിർ പദങ്ങൾ എടുത്തെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുന്നൂടെ നോക്ക്. കമ്പൽസറി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നൂടെ? കമ്പൽസറി എന്നതിന്റെ എതിർപദം ഏതെന്നാണ്. ഇപ്പൊ കമ്പൽസറി എന്ന് പറഞ്ഞ അർത്ഥം എന്തരാണ്ടേ? കമ്പൽസറി എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവം, എന്ത് ചെയ്യും? നിർബന്ധമായും എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്ട് നമുക്ക് പറയുമ്പോഴറിയാം. എ ഓപ്ഷൻ വോളണ്ടറി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്ത് ചെയ്യുന്നൂടെ? വോളണ്ടറി അവിടെ ഉത്തരമായിട്ട് വരുന്നു. വോളണ്ടറി റിട്ടയർമെന്റ് കേട്ടിട്ടുണ്ടല്ലോ. വോളണ്ടറി റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നൂടെ? റിട്ടയർമെന്റ് എടുത്ത് പോകുന്നു. വോളണ്ടറി റിട്ടയർമെന്റ്. അപ്പോൾ കമ്പൽസറി നിർബന്ധപൂർവ്വം, വോളണ്ടറി സ്വമനസാലെ എന്ന അർത്ഥത്തിൽ പറയുന്നു. അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. അബൻഡന്റ്. അബൻഡന്റ് എന്നതിന്റെ എന്ത് ചെയ്യുന്നൂടെ? എതിർപദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബൻഡന്റ് എന്നതിന്റെ എതിർപദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഓപ്ഷനിൽ കിടക്കുന്നതിന് ആംബിള്. ആംബിൾ എന്ന് പറഞ്ഞാൽ സമാധാനപരമായി നടക്കുക. പെർഫ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നൂടെ? സൗരഭ്യമുള്ളത്, മണം അല്ലെങ്കിൽ നല്ലത് എന്ന അർത്ഥത്തിൽ പറയുന്നു. സ്കെയർ മീൻസ് പേടിക്കുക. പ്ലെന്റിഫുൾ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ്. അപ്പൊ അബണ്ടന്റ് എന്ന് പറയുന്നത് ധാരാളം എന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് അതിനകത്ത് ഓപ്ഷനിൽ ഇല്ല. എന്ത് ചെയ്യുന്നൂടെ? തെറ്റാണ്. എല്ലാം ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നൂടെ? അർത്ഥവും ധാരാളം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ ധാരാളം. അതിന്റെ ഓപ്പോസിറ്റ് ലെസ് പറയാൻ കേട്ടോ. ലെസ്, കുറച്ച്, വളരെ കുറച്ച്. ഇപ്പൊ ക്യാൻസൽഡ് ആണ്. ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്നാലും ഒരു ഓപ്പോസിറ്റ് പഠിച്ചു വയ്ക്കുക. അബണ്ടന്റ് ധാരാളം, അബണ്ടന്റ് ധാരാളം. അതിന്റെ ഓപ്പോസിറ്റ് ലെസ് എന്നാണ് അർത്ഥം കേട്ടോ. കുറച്ച് എന്ന അർത്ഥത്തില് ലെസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിം. സിനോണിം എന്ന് പറഞ്ഞാൽ സമാന പദമാണ്, എതിർപദമല്ല, സമാന പദം എന്നാണ്. യുണീക്ക് എന്നതിന്റെ സിനോണിം ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയാ, റെഗുലേഷൻ ഉണ്ട്, എസെൻട്രിക് ഉണ്ട്, ഷൈൻ ഉണ്ട്, ലേസി ഉണ്ട്. റെഗുലേഷൻ എന്ത് ചെയ്യുന്നോടെ? നമ്മൾ റെഗുലേറ്റ് ചെയ്യുക. എന്ത് ചെയ്യുന്നോടെ? എന്ത് ചെയ്യുന്നോടെ? റെഗുലേഷൻസ് കൊടുക്കുക. അതിന്റെ കറക്റ്റ് മലയാളം റെഗുലേഷൻസ് എന്ന് പറഞ്ഞൊന്നുകൊണ്ടേ പരിധി എന്ന അർത്ഥത്തിൽ പറയുന്നു. എസെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നോടെ? യുണീക്ക് മെത്തേഡ്, ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതി എന്ന അർത്ഥത്തിൽ പറയുന്നു. ഷൈൻ എന്ന് പറഞ്ഞാൽ തിളങ്ങുക, ലേസി എന്ന് പറഞ്ഞാൽ മടി. അപ്പൊ ഏതാണ്? എസെൻട്രിക് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ. യുണീക്ക് മെത്തേഡ്, എസെൻട്രിക് മെത്തേഡ് എന്ത് ചെയ്യുന്നോടെ? ഏതോ ഓപ്ഷൻ? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. എന്ത് ചെയ്യുന്നോടെ? അനോണിമസ് എന്നതിന്റെ സമാന പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനോണിമസ് കോള് കേട്ടിട്ടുണ്ടോ? അനോണിമസ് കോള് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അൺസ്പെസിഫൈഡ്, നമുക്ക് വ്യക്തതയില്ലാത്തത്. അപ്പൊ ഏത് ഓപ്ഷൻ വരുന്നൂടെ? സ്പെസിഫൈഡ്. ഡി ഓപ്ഷൻ ആണ് വരുന്നത്. എന്ത് ചെയ്യുന്നൂടെ? അപ്പം ഡി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് ചെയ്യുന്നൂടെ? ഇറഗുലർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ? റെഗുലർ അല്ലാത്ത രീതിയിൽ. പെക്യുലിയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്നർത്ഥത്തിൽ പറയുന്നു കേട്ടോ. റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരം വരുന്നില്ല. അപ്പൊ നമുക്ക് ഉത്തരം വരുന്നത് അൺസ്പെസിഫൈഡ്, കൃത്യതയില്ലാത്ത. എന്താണ്? സ്പെസിഫൈഡ്, അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത, സ്പെസിഫൈ ചെയ്യാത്തത്. അനോണിമസ്, നമ്മൾ അനോണിമസ് കോൾ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഡി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. എ ക്രിക്കറ്റ് ബോൾ ഈസ് വെരി ഹാർഡ്. ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചതാണ്. വെർബ്, ആഡ്വേർബ്, അഡ്ജക്റ്റീവ്, നൗൺ. നിങ്ങൾ എന്നെ പറഞ്ഞു നോക്കൂ കുട്ടികളെ. ഇപ്പൊ ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ഉത്തരം നൗൺ ആയിട്ട് വരുന്നത്. എങ്കിൽ അതിന്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഹാർഡ് എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ഹാർഡ് എന്ന് പറയുന്നത് ഏതായിട്ട് വരുന്നു? അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നു. ആ നൗണിനെ വിശേഷിപ്പിച്ച വാക്ക്. ഇനി അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ് വെർബിന്റെ മുന്നിൽ വെരി അല്ലെങ്കിൽ സോ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? ആഡ് വെർബായിട്ട് മാറുന്നു. ഇവിടെ ഈസ് എന്ന് പറയുന്ന വാക്ക്
വെർബായിട്ട് ഉപയോഗിക്കുന്നു. ഓർമ്മയിലിരിക്കുക, ഓക്സിലറി വെർബ് എന്ത് ചെയ്യും, വരുന്ന സെന്റൻസുകളിൽ മെയിൻ വെർബ് ഇല്ല എങ്കിൽ ഓക്സിലറി വെർബിനെ വെർബായിട്ട് എടുക്കാം. അപ്പൊ ക്രിക്കറ്റ് ബോൾ ആണ് നമ്മളെ ഉത്തരം അല്ലെങ്കിൽ ചോദ്യം. ക്രിക്കറ്റ് ബോൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു നൗൺ ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, ദ ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് എ ഹെന്ന്. ഹെന്നിന്റെ ഓപ്പോസിറ്റ് ജെൻഡർ ആണ് കോഴി. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കോഴിയുടെ ഓപ്പോസിറ്റ് പൂവൻ കോഴിക്ക് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോസ്റ്റർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്ത് ചെയ്യുന്നൂടെ, ഇപ്പൊ റോസ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നൂടെ, മെയില് ഫീമെയില് പഠിക്കും. റോസ്റ്റർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, എൻ ബി. എന്ത് ചെയ്യുന്നൂടെ, എൻ ബി എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അതിന്റെ ഫുൾ ഫോം എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ഫോറിൻ വേർഡ് കൂടിയാണ്. എൻ ബി മീൻസ് നോട്ട ബെനെ എന്നാണ് കേട്ടോ. എൻ ബി മീൻസ് നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് എൻ ബി അടിച്ചു വെച്ചു എന്ന് പറയില്ലേ, എൻ ബിയുടെ ഫുൾ ഫോം നോട്ട ബെനെ എന്നാണ് കേട്ടോ. ബി ഓപ്ഷൻ ആയിട്ടുള്ള നോട്ട ബെനെ എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. നോട്ട ബെനെ എന്ന് അർത്ഥമാക്കുന്നു. അടുത്ത നോക്കിയേ, മാഗ്നം ഓപ്പസ് എന്നതിന്റെ മീനിങ് എന്തെന്നാണ്. അതൊരു ഫോറിൻ വേർഡ് ആണ് മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് വർക്ക് ഉണ്ട്, ദ ബെസ്റ്റ് ഐറ്റം എന്നുണ്ട്, ആഫ്റ്റർ ഡെത്ത് എന്നുണ്ട്, എന്താണ് എറ്റേർലി എന്നുണ്ട്, എൻറ്റേർലി എന്നുണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം വരുന്നൂടെ എ ഗ്രേറ്റ് വർക്ക് എന്നാണ്. മാഗ്നം ഓപ്പസ് മീൻസ് എ ഗ്രേറ്റ് വർക്ക് എന്നാണ് അർത്ഥം കേട്ടോ. മാഗ്നം ഓപ്പസ് എ ഗ്രേറ്റ് വർക്ക്. കുട്ടികളെ ഞാൻ എന്നാ എന്ത് ചെയ്യുന്നൂടെ, അതേപോലെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞ എന്തുകൊണ്ട് മീനിങ്. മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞ മീനിങ് പറ. മോഡസ് ഓപ്പറാൻഡി അതൊരു ഫോറിൻ വേർഡ് ആണ്. മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞ വേ ഓഫ് വർക്കിംഗ് എന്നാണ് കേട്ടോ. മോഡസ് ഓപ്പറാൻഡി മീൻസ് വേ ഓഫ് വർക്കിംഗ് എന്നാണ് കേട്ടോ. എന്നാ മോഡസ് വിവിൻഡി എന്ന് പറഞ്ഞാലേ കുട്ടികളെ, മോഡസ് വിവിൻഡി എന്ന് പറഞ്ഞാൽ, മോഡസ് വിവിൻഡി എന്ന് പറഞ്ഞാലും വേ ഓഫ് എന്ത് ചെയ്യുന്നൂടെ, ലിവ് എന്നാണ് കേട്ടോ. വേ ഓഫ് ലിവിങ് എന്നാണ് കേട്ടോ. ജീവിത രീതി എന്നാണ് കേട്ടോ. വേ ഓഫ് ലിവിങ് എന്നാണ് കേട്ടോ. ഇതെല്ലാം ഫോറിൻ വേർഡ്സ് ആണ് കേട്ടോ. ഇനി അതേപോലെ മെറ്റീരിയ മിഡിക്ക എന്ന് പറഞ്ഞതുകൊണ്ട് മെറ്റീരിയ മിഡിക്ക, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മെഡിസിൻ എന്നാണ് മീനിങ് കേട്ടോ. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മെഡിസിൻ എന്നാണ് കേട്ടോ. മാലാ ഫിഡെ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്. മാലാ ഫിഡെ, MALA, മാലാ ഫിഡെ, FID. മാലാ ഫിഡെ മീൻസ് എന്ത് ചെയ്യുന്നൂടെ, ബാഡ് ഫെയ്ത്ത്. മാലാ ഫിഡെ ബാഡ് ഫെയ്ത്ത്, ബാഡ് ഫെയ്ത്ത് എന്നാണ് കേട്ടോ. ബാഡ് ഫെയ്ത്ത്. എന്നാ ബോണാഫിഡെ എന്ന് പറഞ്ഞാലേ കുട്ടികളെ, ബോണാഫിഡെ, ബോണാഫിഡെ എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത്, ഗുഡ് ഫെയ്ത്ത്, ഗുഡ് ഫെയ്ത്ത് എന്നാണ് കേട്ടോ. ബോണാഫിഡെ ഗുഡ് ഫെയ്ത്ത് എന്നാണ് കേട്ടോ. ബോണാഫിഡെ ഗുഡ് ഫെയ്ത്ത് എന്നാണ് കേട്ടോ. ഇതെല്ലാം ഫോറിൻ വേർഡ്സ് ആണ് കേട്ടോ. അതേപോലെ എന്ത് ചെയ്യുന്നൂടെ, അതുപോലെ വരുന്ന ഒന്നാണ് പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞ എന്താണ് കുട്ടികളെ മീനിങ്. പെർ ക്യാപിറ്റ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ തലസ്ഥാനം, തല എന്ന് ഓർക്കുക. പെർ ക്യാപിറ്റ, പെർ ഹെഡ് എന്നാണ് കേട്ടോ. വരുമാനമൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. പെർ ക്യാപിറ്റ, പെർ ഹെഡ് എന്നാണ് കേട്ടോ. പെർ ഹെഡ് നമ്മൾ ഓരോരുത്തരുടെ വരുമാനം പറയില്ലേ, പെർ ഹെഡ് എന്നാണ് കേട്ടോ. പെർ ക്യാപിറ്റ, പെർ ഹെഡ്. എന്നാ പെർ ആനോ എന്ന് പറഞ്ഞാൽ, പെർ ആനം, ആനോ എന്ന് പറഞ്ഞാൽ ആനുവലി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം പെർ ഇയർ എന്നാണ് കേട്ടോ. പെർ ഇയർ, YEAR, പെർ ഇയർ, വർഷാവർഷം എന്നാണ് കേട്ടോ. പെർ ആനം, പെർ ഇയർ എന്നാണ് കേട്ടോ. ഓക്കെ, മറക്കൂലല്ല. മോഡസ് ഓപ്പറാൻഡി വേ ഓഫ് വർക്കിംഗ്, മോഡസ് വിവിൻഡി വേ ഓഫ് ലിവിങ്, മെറ്റീരിയ മിഡിക്ക മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മെഡിസിന്, മാലാഫിഡെ ബാഡ് ഫെയ്ത്ത്, ബോണാഫിഡെ ഗുഡ് ഫെയ്ത്ത്, പെർ ക്യാപിറ്റ, പെർ ഹെഡ്, പെർ ആനം, പെർ ഇയർ. എന്നാ പെർ ഡിയോ എന്ന് പറഞ്ഞാലോ കുട്ടികളെ, പെർ ഡിയോ എന്ന് പറഞ്ഞാൽ പെർ ഡിഎം, പെർ ഡിയോ എന്ന് പറഞ്ഞാൽ പെർ ഡേ എന്നാണ് കേട്ടാ. പെർ ഡിഎം മീൻസ് പെർ ഡേ എന്നാണ് കേട്ടാ. നമ്മൾ ഓരോ ദിവസവും എന്നാണ് കേട്ടാ. എന്നാ പെർ മെൻസോ എന്ന് പറഞ്ഞാലോ കുട്ടികളെ, പെർ മെൻസം, പെർ മെൻസോ എന്ന് പറഞ്ഞാൽ പെർ മന്ത് എന്നാണ് കേട്ടാ. പെർ മന്ത് എന്നാണ് കേട്ടാ. മാസാമാസം, പെർ മന്ത് എന്നാണ് കേട്ടാ. ഓർമ്മയിലിരിക്കാം. ഇതെല്ലാം ഫോറിൻ വേർഡ് ആണ്. നമുക്ക് ഫോറിൻ വേർഡ് പഠിക്കാനുണ്ട്. ക്ലിയർ ആണല്ലോ ആ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അപ്പൊ ആ ചോദ്യം ഒന്നും കൂടെ നോക്കുക. എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങളുടെ കാര്യങ്ങളെല്ലാം, എക്സ്പ്ലനേഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.